കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണൽ ദുരുപയോഗം നടത്തുന്നുവെന്ന ഗുരുതരമായ ആരോപണവുമായി ബിജെപി രംഗത്ത്. ദേശീയപാത പദ്ധതിക്കായി ഉപയോഗിക്കേണ്ട മണൽ സ്വകാര്യ ഭൂമി നികത്താൻ ഉപയോഗിക്കുന്നുവെന്നും വിഷയത്തിൽ വിജിലൻസ് ഉൾപ്പെടെ അഴിമതി വിരുദ്ധ ഏജൻസികൾ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു. ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി സ്വകാര്യ കമ്പനികൾ നടത്തുന്ന ഡ്രഡ്ജിംഗ് പ്രവർത്തനങ്ങളുടെ മറവിൽ ദേശീയപാത നിർമ്മാണത്തിനായി ഉപയോഗിക്കേണ്ട മണൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമി നികത്താൻ ഉപയോഗിക്കുന്നുവെന്ന ഗുരുതര ആരോപണമാണ് കൊടുങ്ങല്ലൂരിൽ ബിജെപി ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ LDF നടത്തുന്ന സമരം പൊതുതാൽപര്യം സംരക്ഷിക്കുന്നതിനാണോ അതോ സ്വകാര്യ കുത്തക താൽപര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്ന സംശയം പൊതുസമൂഹത്തിൽ ഉയരുന്നതായി BJP നേതാക്കൾ പറഞ്ഞു. ദേശീയപാത പദ്ധതിക്കായി ഉപയോഗിക്കേണ്ട പൊതുസമ്പത്ത് സ്വകാര്യ ചെമ്മീൻ കെട്ട് നികത്താൻ ഉപയോഗിക്കപ്പെടുന്നുവെന്ന ആക്ഷേപം അതീവ ഗൗരവമുള്ളതാണെന്നും ഈ സാഹചര്യത്തിൽ മണൽ നീക്കം തടയാനുള്ള സമരം ജനങ്ങളുടെ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണെന്നും നേതാക്കൾ ആരോപിച്ചു. വലിയ ബാർജുകൾ വഴി പുഴയിലൂടെ മണൽ കൊണ്ടുപോകാൻ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കെ മുനിസിപ്പൽ റോഡുകളിലൂടെ അമിതഭാരമുള്ള ടോറസ് ലോറികൾക്ക് അനുമതി നൽകിയതിലൂടെ പൊതുമുതൽ നശിപ്പിച്ചുവെന്നും ഇതുമൂലം നഗരസഭാ റോഡുകൾ വ്യാപകമായി തകർന്നതായും BJP ആരോപിച്ചു. സംഭവത്തിൽ മുൻ MLAയുടെയും നഗരസഭ ഭരണസമിതിയുടെയും പങ്കുൾപ്പെടെ സാമ്പത്തിക ക്രമക്കേടുകളും സ്വാധീന ദുരുപയോഗവും സംബന്ധിച്ച് വിജിലൻസ് ഉൾപ്പെടെയുള്ള അഴിമതി വിരുദ്ധ ഏജൻസികൾ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് BJPയുടെ ആവശ്യം. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ.